ഹലോ ഗെയ്സ്, ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മളൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരിപ്പൊടിയിലെ കുഴക്കട്ട എന്ന് പറയും. അപ്പം നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കാം. എങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് ചൂടുവെള്ളത്തിൽ അരിപ്പൊടി നന്നായിട്ട് കുഴച്ച് വെക്കുക. കുഴച്ച് വെച്ചിട്ട് നമുക്ക് തേങ്ങ, ശർക്കര, ജീരകം, പിന്നെ ഏലക്ക, ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് ഞെവിടി വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ ഇച്ചിരി ചെറിയൊരു ഉണ്ട കുഴച്ച് വെച്ച മാവിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ ഇവിടെ വെച്ച് നന്നായിട്ട് കുഴച്ച് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വയ്ക്കുക. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു തട്ടെടുത്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഉരുട്ടി വെച്ചിരിക്കുന്നതുണ്ടല്ലോ, ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ് ശർക്കരയും തേങ്ങയും. അപ്പം നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഓരോന്നായി നമുക്ക് ഇതിലേക്ക് പറക്കി വയ്ക്കാം. അപ്പം ഗെയ്സ്, നമുക്കിത് ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും. കാരണം നമ്മൾ ആവിയിൽ പുഴുങ്ങുന്ന ഒരു സാധനമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വളരെ ഹെൽത്തിയുമാണ്. ആവിയിൽ പുഴുങ്ങുന്ന ഏത് പലഹാരം എടുത്താലും നമുക്ക് ശരീരത്തിന് വളരെ ഹെൽത്തിയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് പറക്കി വയ്ക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് അടച്ച് നമ്മളൊരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ ആവി കയറ്റണം. കാരണം അത് നന്നായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണ് അരിപ്പൊടി കുഴയ്ക്കുന്നത്. അപ്പം ആവി കയറ്റി എടുക്കുക. അപ്പം നിങ്ങൾ ആ സമയം ആവി കയറ്റി വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ആവി കയറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് അത്യാവശ്യം 1, 2, 3 അതിൽ കൂടുതലൊക്കെ നമ്മൾ കഴിക്കത്തില്ല. അതാണ് അത്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പം നമ്മളിതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ? ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ. ഓക്കെ, വീണ്ടും കാണാം നമുക്ക് വേറൊരു വീഡിയോയുമായി.